ബഹുമാനായ കേരള യുക്തിവാദി സംഘം പ്രസിഡന്റ് ഗംഗൻ അഴീക്കോട് മാഷ്, ഇന്നിവിടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത എത്രയും ബഹുമാനായ പ്രൊഫസർ ഹമീദ് ചേന്ദമംഗലൂർ, വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, നമ്മൾക്കറിയാം നമ്മളുടെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജാനുവരി 26 നമ്മുടെ ഭരണഘടനയുടെ തൊട്ട് മുന്നുള്ള ചരിത്രം ആരംഭിക്കുന്നത് 1935 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് എന്ന് പറയുന്നൊരു നിയമം ഇന്ത്യയിൽ ഭരണവ്യവസ്ഥ നടപ്പാക്കാൻ വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് നടപ്പാക്കി. സ്വാഭാവികമായിട്ടും അന്ന് പ്രക്ഷോഭത്തിന് നേതൃത്വത്തിൽ നിന്ന കോൺഗ്രസ്സിന് അതിൻ്റെ പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവർ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇന്ത്യയിൽ രൂപീകരിക്കണമെന്നും അങ്ങനെ ഒരു ഭരണഘടന ഇന്ത്യക്ക് ഉണ്ടാക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഏതായാലും പിന്നീട് നമുക്കറിയാം 1935 മുതൽ ഇന്ത്യക്ക് എങ്ങനെ അധികാരം കൈമാറാമെന്നുള്ള ചർച്ച തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അതിൻ്റെ പൂർത്തീകരണത്തിലെത്തുന്നത് 1946 അടുത്ത ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ടോട് കൂടിയിട്ടാണ്. അങ്ങനെയാണ് അത് കോൺഗ്രസുമായിട്ടൊക്കെ ആലോചിച്ച്, പ്രതിപക്ഷവുമായിട്ട് ആലോചിച്ചിട്ടൊക്കെയാണ് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയത്. അതിനെ തുടർന്ന് 1946 ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ടു. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി 2 രീതിക്കാണ് അതിനകത്ത് തിരഞ്ഞെടുപ്പ് നടന്നത്. 386 പേരുള്ള നമ്മുടെ പാർലമെൻറ്റിൻ്റെ തൊട്ട് മുന്നുള്ള ഒരു സ്റ്റെപ്പാണ് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറഞ്ഞാൽ. 386 പേരാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അതിനകത്ത് ഏതാണ്ട് 202 പേരെ വിവിധ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് എലക്ട് ചെയ്യപ്പെട്ടു. 90 പേരെ കോപ്റ്റ് ചെയ്തു. പിന്നെ കുറേ പേരെ 4 പേരെ വേറെ കോപ്റ്റ് ചെയ്തു. അങ്ങനെ ഏതാണ്ട് 389 പേരടങ്ങുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ടു 1946. അതിനുശേഷം ചർച്ചകൾ ആരംഭിക്കുമ്പോഴേക്കും ഇന്ത്യ വിഭജനം എന്ന് പറയുന്ന യാഥാർത്ഥ്യം മുന്നിലേക്ക് കടന്നു വന്നു. അത് 1947 ജൂൺ ആകുമ്പോഴേക്കും ഇന്ത്യ വിഭജിക്കും എന്നുള്ള തീരുമാനങ്ങൾ വന്നു. അതോടുകൂടിയിട്ട് കിഴക്കൻ ബംഗാളും അതുപോലെ തന്നെ പടിഞ്ഞാറൻ പഞ്ചാബും അടക്കമുള്ള പ്രവിശ്യകൾ ചേർത്തുകൊണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം രൂപീകരിക്കണമെന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ ഗൗരവമായി വന്നു. അതിനെ തുടർന്ന് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നിന്ന് ആ ഭാഗത്തുള്ള ആളുകൾ വിട്ടുനിന്നു. അങ്ങനെ ബാക്കി 299 പേരടങ്ങുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ് നമ്മുടെ ഇന്നത്തെ ഭരണഘടന പാസ്സാക്കിയത്. നമുക്കറിയാം അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു. ഇതിനകത്ത് 17 വനിതകളുണ്ടായിരുന്നു. ഇന്നത്തെ കേരള, അന്ന് കേരളം ഉണ്ടായിട്ടില്ല, പക്ഷെ എന്നാലും ഇന്നത്തെ കേരളത്തിൻ്റെ ആ ഭൂപ്രദേശത്ത് നിന്ന് 15 പേരുണ്ടായിരുന്നു. അതിനകത്ത് 3 പേര് സ്ത്രീകളായിരുന്നു. നമുക്കറിയാം ഇന്ന് നമ്മുടെ ലോക്സഭയിലേക്ക് എത്ര സ്ത്രീകളുണ്ടെന്ന് ചോദിച്ചാൽ കേരളത്തിൽ സ്ത്രീകളാരുമില്ല. പക്ഷേ അന്ന് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ തന്നെ 3 സ്ത്രീകൾ, അമ്മു സ്വാമിനാഥനും അനിമസ് സ്ക്രീനും അതുപോലെ തന്നെ കൊച്ചിയിൽ നിന്നുള്ള ദാക്ഷായണി വേലായുധനും ഇവരടങ്ങുന്ന 3 വനിതകൾ അന്ന് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ് ഏതാണ്ട് 114 ദിവസത്തോളമാണ് അത് എഫക്റ്റീവായിട്ട് കൂടിയത്. ഏതാണ്ട് 3 വർഷത്തോളം അടുത്ത കാലാവധിയാണ് ഉണ്ടായിരുന്നത്. കാലാവധിയിലാണ് 114 ദിവസമാണ് അത് പൂർണ്ണമായിട്ട് സമ്മേളിച്ചത്. അങ്ങനെ ആ സമ്മേളനത്തിൻ്റെ ഈ 114 ദിവസം എഫക്റ്റീവായിട്ട് കൂടുകയും അതിനെ തുടർന്ന് ഒരുപാട് ചർച്ചകളും ഭേദഗതികളൊക്കെ വരികയും ഓരോ അനുച്ഛേദവും വോട്ടിനിട്ടാണ് പാസ്സാക്കുന്നത്. ചില അനുച്ഛേദങ്ങൾക്ക് വോട്ടിടേണ്ടി വന്നില്ല, ചിലത് വോട്ടിനിട്ടു. അങ്ങനെ ദിവസങ്ങളോളം ചർച്ച നടത്തി അങ്ങനെ ഏതാണ്ട് സമഗ്രമായിട്ടാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന ലഭിക്കുന്നത്. അപ്പോൾ അന്നത്തെ പ്രമുഖരായിട്ടുള്ള നമ്മുടെ ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, രാധാകൃഷ്ണനും അടക്കമുള്ള അല്ലാടി കൃഷ്ണയ്യരും അതുപോലെ തന്നെ ടി കൃഷ്ണമാചാരി, അങ്ങനെ ഇവരടക്കമുള്ള വലിയൊരു അഭിഭാഷകരുടെ നിര തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നു. നമ്മൾക്ക് കിട്ടിയ ആ ഒരു പ്രോഡക്റ്റ്, ആ ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണഘടനയായിട്ടാണ് കാണപ്പെടുന്നത്. ലോകത്തിലുള്ള മറ്റുള്ള രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് ഒരുപാട് ആശയങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന ഉണ്ടായിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ അത് വളരെ മഹത്തരവുമായിട്ടുള്ള ഒരു ഭരണഘടനയാണെന്ന് നമുക്ക് അഭിപ്രായിക്കാം. തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ട് ഈ 75 വർഷം ഇന്ത്യ നിലനിന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ബലത്തിലാണ് എന്ന് പറയാൻ നമുക്ക് കഴിയും. അതുപോലെ തന്നെ അതിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഇന്ത്യയിൽ പലപ്പോഴും പട്ടാള ഭരണം പോലും വരാതിരുന്നത് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ സെക്കുലർ സ്വഭാവമാണ്. നമ്മൾക്കറിയാം, സെക്കുലർ സ്വഭാവം ഭരണഘടനയിൽ ഉണ്ടെങ്കിൽ പോലും സെക്കുലറിസം എന്നുള്ള വാക്ക് ഭരണഘടനയിൽ ഉണ്ടായിരുന്നിട്ടില്ല. അത് 1976 42-ാം ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസ്റ്റ് സെക്കുലർ എന്ന് പറയുന്ന 2 വാക്കുകൾ ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർക്കപ്പെടുന്നത്. അതുപോലെ തന്നെ യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന വാക്കും കൂടി നമ്മുടെ ഭരണഘടനയിൽ ആമുഖത്തിൽ ചേർക്കപ്പെട്ടു. അപ്പം അങ്ങനെ നമ്മുടെ ഭരണഘടന ഒരു സോഷ്യലിസ്റ്റ് സെക്കുലർ ഭരണഘടനയായിട്ട് മാറി. അപ്പോൾ ഞാൻ സെക്കുലറിസത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിവിടെ നമ്മുടെ ഉദ്ഘാടകൻ ഹമീദ് മാഷ് ആ സെക്കുലറിസമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ ചരിത്രം എങ്ങനെയാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കുകയുണ്ടായി. നമ്മുടെ ഭരണഘടനാ ചർച്ചകളിൽ നമ്മുടെ ഭരണഘടന ആമുഖമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സുപ്രീം കോടതി പലവട്ടം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബേസിക് സ്ട്രക്ചർ, അതുപോലെ പ്രിയാമ്പിൾ, ഇതൊക്കെ തന്നെ ബേസിക് സ്ട്രക്ചർ ഏത് ഭേദഗതി വരുത്തുമ്പോഴും നമ്മുടെ 368-ാം അനുച്ഛേദ പ്രകാരം ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാം, പല രീതിയിൽ ഭേദഗതി ചെയ്യാം. പാർലമെൻറ്റിലെ കേവല ഭൂരിപക്ഷം കൊണ്ട് ഭേദഗതി ചെയ്യാം. ചില കാര്യങ്ങൾക്ക് പകുതി സംസ്ഥാനങ്ങളുടെ കൂടി അംഗീകാരം വേണം. അങ്ങനെ 1-2 രീതികളിൽ നമ്മുടെ ഭരണഘടന ഭേദഗതി ചെയ്യാം. ഇങ്ങനെ 106ഓളം ഭേദഗതികൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വന്നിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതിൻ്റെ ആമുഖത്തിൻ്റെ പ്രിയാമ്പിൾ ചർച്ച ചെയ്തപ്പോൾ ഡോക്ടർ അംബേദ്കർ ഡ്രാഫ്റ്റ് അവതരിപ്പിക്കുന്നു. അപ്പോൾ VH കമ്മത്ത് എന്ന് പറയുന്ന ഒരു മെമ്പർ, UP യിൽ നിന്നുള്ള മെമ്പറാണ്, അദ്ദേഹം ഒരു ചെറിയ ഭേദഗതി അവതരിപ്പിച്ചു. അത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് നമ്മുടെ ഭരണഘടന തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ അദ്ദേഹം 3 വാക്ക് കൂട്ടിച്ചേർത്തു. ഇൻ ദ നെയിം ഓഫ് ഗോഡ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അത് നിർദോഷമായിട്ടുള്ള വാക്കാണ് എന്നുള്ള രീതിയിൽ ചർച്ച വന്നു. ചർച്ചയിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേരും അതൊരു പൊതുവായിട്ടുള്ളൊരു ദൈവനാമത്തിൽ, നമ്മുടെ അമേരിക്കൻ ഭരണഘടന പോലും ദൈവനാമത്തിലാണ് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയും ദൈവനാമത്തോടെ എന്ത് കാര്യവും അങ്ങനെയാണല്ലോ പൊതുവായിട്ട് സംസാരിക്കുക. അപ്പോൾ അങ്ങനെ ചൂടായ ചർച്ച നടന്നു. അവസാനം അംബേദ്കർ ഒരു രീതിക്കും വഴങ്ങാൻ തയ്യാറായിരുന്നിട്ടില്ല. നെഹ്റുവും വളരെ ശക്തമായിട്ട് അംബേദ്കറെ പിന്തുണച്ചു. ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്ന് അന്ന് പനമ്പള്ളി ഗോവിന്ദമേനോൻ, തൃശ്ശൂർക്കാരനായിട്ടുള്ള പനമ്പള്ളി ഗോവിന്ദമേനോൻ അന്ന് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ മെമ്പറായിരുന്നു. അദ്ദേഹം നമുക്കറിയാം കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനത്തിൻ്റെ ഒരു തുടക്കക്കാരൻ കൂടിയായിരുന്നു പനമ്പള്ളി ഗോവിന്ദമേനോൻ. അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹമൊക്കെ ശക്തമായിട്ട് ഈ പ്രമേയത്തെ എതിർത്തുകൊണ്ട് സംസാരിച്ചു. ഏതായാലും സുജേത കൃപാലിനെ പോലുള്ള ആളുകളൊക്കെ തന്നെ പലരും പറഞ്ഞു അതൊരു നിർദോഷമായിട്ടുള്ള വാക്കല്ലേ, അതവിടെ കിടന്നോട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അംബേദ്കർ സമ്മതിച്ചില്ല. അവസാനം അത് വോട്ടിനിടണമെന്ന് വന്നപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ പേരിലൊരു വോട്ട് ഇടാമോ എന്നുള്ള ചർച്ച വന്നു. ഏതായാലും അത് ആ പ്രമേയം, കമ്മത്തിൻ്റെ പ്രമേയം വോട്ടിനിട്ട് 27 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി തള്ളിക്കളഞ്ഞു. അങ്ങനെ ദൈവം എന്നുള്ള വാക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ ചേർക്കാൻ പാടില്ല എന്ന് ഭരണഘടനയിൽ വോട്ടിനിട്ട് തള്ളിയ ഒരു രാജ്യമാണ് ഇന്ത്യ. നമ്മൾ ഈ നടക്കുന്നത് 1949 നടക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന അത് നമുക്കറിയാം 1949 നവംബർ മാസം 26-ാം തീയതിയാണ് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഈ ഭരണഘടന പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നത്. അത് പിന്നെ നടപ്പിൽ വരുന്നതാണ് ജനുവരി മാസം 26-ാം തീയതി. അപ്പം അങ്ങനെ നവംബർ മാസത്തിൽ ഏതാണ്ട് അവസാനം വരുന്നൊരു പ്രമേയമാണ് ഈ പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പം അങ്ങനെ ഒരു ദൈവനാമത്തിൽ തുടങ്ങണമെന്ന് പറയുന്ന ഒരു പരിധിവരെ അന്നത്തെ കാലത്ത് നമുക്കറിയാം ഭൂരിപക്ഷം പേരും വിശ്വാസികളായിരുന്നു. ഇപ്പോൾ ദൈവം എന്ന് പറയുന്നത് പ്രത്യേക മതത്തിൻ്റെ അല്ല, എല്ലാ മതവും ചേരുന്നത് നമ്മൾ ദൈവനാമത്തിൽ നിന്നാണല്ലോ പറയുന്നത്. പക്ഷെ ആ ഒരു വാക്കുപോലും വോട്ടിനിട്ട് പരാജയപ്പെടുത്തിയ ഒരു ചരിത്രമാണ് ഇന്ത്യയുടെ ഭരണഘടനയ്ക്കുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ഭരണഘടന 100% സെക്കുലറാണെന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന വൈവിധ്യമുള്ള രാജ്യം. ഇവിടുത്തെ നമുക്കറിയാം ഇന്ത്യയുടെ ഈ പണ്ട് ബംഗാൾ വിഭജനത്തോടുകൂടി 1905 ബംഗാൾ വിഭജനത്തോടുകൂടി തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള സ്പർദ്ധ ഒരു പരിധിവരെ ആരംഭിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഈ ഇന്ത്യയുടെ വിഭജനം തന്നെ വരുന്നത്. നമുക്കറിയാം പാകിസ്ഥാൻ രൂപീകരണത്തിൻ്റെ കാരണക്കാരനായിട്ടുള്ള
മുഹമ്മദ് അലി ജിന്ന ഗാന്ധിയേക്കാൾ സെക്കുലറായിരുന്നു. ഗാന്ധിയേക്കാൾ സെക്കുലർ ആളായിരുന്നു ജിന്ന. അത് വേറെ നമ്മുടെ LK അദ്വാനി ജിന്നയെക്കുറിച്ചുള്ള പുസ്തകത്തിൽ പോലും വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരു മുസ്ലിം രാജ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ കാരണം കൊണ്ട് മാത്രമായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തെക്കാളും വളരെ സീനിയറായിട്ടുള്ള കോൺഗ്രസിൽ ഗാന്ധിയേക്കാൾ സീനിയറാണ് ജിന്ന. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ചേരാൻ വേണ്ടി ബോംബെയിൽ കപ്പലിറങ്ങുന്ന ഗാന്ധി അന്നത്തെ ഒരു കോൺഗ്രസ് നേതാവിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കാണുന്നുണ്ട്. നേരെ കപ്പലിറങ്ങിയിട്ട് ഒരു റിക്ഷയിൽ ബാലഗംഗാധര തിലകനോടൊപ്പം നേതാവിനെ പോയി കാണുന്നത്. ആ പോയി കണ്ടയാളാണ് ജിന്ന. അത്രയ്ക്ക് മാത്രം ഗാന്ധിയേക്കാളും സീനിയറായിട്ടുള്ള ജിന്നയെ അദ്ദേഹത്തെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് നെഹ്റുവിനെ ആ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ എതിർപ്പാണ് ജിന്ന ഈ അദ്ദേഹത്തിൻ്റെ സെക്കുലർ എന്ന് പറയുന്ന ആശയം. അദ്ദേഹം സെക്കുലർ ആയിക്കൊണ്ട് തന്നെ അദ്ദേഹം പാകിസ്ഥാൻ മുസ്ലിം രാഷ്ട്രത്തിന് വേണ്ടി അദ്ദേഹത്തിന് സംസാരിക്കേണ്ട വന്നത്. അതിനും ചരിത്രമുണ്ട്. നമുക്കറിയാം, ഈ നമ്മളുടെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ടർക്കിയിലെ സുൽത്താനെ സ്ഥാനഭ്രഷ്ടനാക്കിയപ്പോൾ യുദ്ധത്തിന് ശേഷം ആ അധികാരം തിരിച്ചു കൊടുക്കാമെന്നുള്ള ബ്രിട്ടീഷുകാരുടെ വാക്ക് അവർ പാലിക്കാതെ വന്നപ്പോഴാണ് ഖിലാഫത്ത്. അപ്പോൾ അന്ന് വരെ ടർക്കിയിലെ സുൽത്താനാണ് ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായിട്ട് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ടർക്കി എന്ന് പറയുന്ന രാജ്യം വലിയ വിസ്തൃതിയുള്ള രാജ്യമായിരുന്നു. ടർക്കിയിലെ സുൽത്താൻ ആണ് ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായിട്ട് അറിയപ്പെട്ടു. ആ ഖലീഫ, ടർക്കിയിലെ ഖലീഫ, സുൽത്താനിലെ ഖലീഫ. അപ്പോൾ ആ ഖലീഫയെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത്. ആ ഖിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യൻ ദേശീയ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഖിലാഫത്ത് പ്രസ്ഥാനം ഗാന്ധിജി കൊണ്ടുവരുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പൊതുധാരയിലേക്ക്, ദേശീയധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അതിനെ ഏറ്റവും ശക്തമായിട്ട് എതിർത്തയാളാണ് ജിന്ന. അങ്ങനെ ഒരു മുസ്ലിം കോസ് പറഞ്ഞുകൊണ്ട്, ഒരു മുസ്ലിങ്ങളുടെ കാരണം പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ മുസ്ലിങ്ങളെ ദേശീയധാരയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ആത്യന്തികമായിട്ട് പിന്നെ അത് മതത്തിൻ്റെ ഒരു കാര്യമായിട്ട് മാറും, അല്ലെങ്കിൽ ഒരു മതപരമായിട്ടുള്ള ഒരു ഡിമാൻഡുകൾ വരുമെന്നുള്ളത് അന്നേ തിരിച്ചറിഞ്ഞ ആളായിരുന്നു ജിന്ന. വ്യക്തി ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നില്ല. അദ്ദേഹം നിസ്കരിക്കുമായിരുന്നില്ല, അദ്ദേഹത്തിന് നോമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല, അദ്ദേഹം മദ്യപിക്കുമായിരുന്നു, അദ്ദേഹം പന്നിയിറച്ചി കഴിക്കുമായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് മാത്രം സെക്കുലറായിട്ടുള്ള ഒരാളാണ് ജിന്ന. ആ ജിന്ന ആണ് ഇന്ത്യയുടെ വിഭജനത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ആളായിട്ട് മാറുന്നത് ഈ രാഷ്ട്രീയ കാരണം കൊണ്ടാണ്. ഞാൻ പറഞ്ഞു വന്ന ഭരണഘടനയെക്കുറിച്ചാണ്. നമ്മുടെ ഭരണഘടന അത്രയ്ക്ക് മാത്രം സെക്കുലറായിട്ടുള്ളൊരു ഭരണഘടനയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി നൽകിയത്. ഈ ഭരണഘടന മുന്നോട്ട് വരുന്തോറും ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് അമെൻമെൻറ്റുകൾ ഇന്ത്യയിൽ ഉണ്ടാകുന്നുണ്ട്. കാലാനുസൃതമായിട്ട് ഒരുപാട് അമെൻമെൻറ്റുകൾ ഉണ്ടായി, സംസ്ഥാനങ്ങളുടെ എണ്ണം കൂടി. അപ്പോൾ അങ്ങനെ കൂടി പിന്നീട് നമുക്കറിയാം 1950 ഭരണഘടന 1957 തന്നെ അതിൻ്റെ അംബേദ്കർ അത് ഒരിക്കലും ഉപയോഗിക്കേണ്ടി വരികയില്ല എന്ന് പറയുന്ന 356 ഭേദഗതി, 356 അനുച്ഛേദം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംസ്ഥാനത്തെ പിരിച്ചുവിടുക എന്ന് പറയുന്ന ആ ഒരു അനുച്ഛേദം അത് ഒരിക്കലും വേണ്ടിവരില്ല എന്ന് അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ വളരെ സങ്കടകരമായി പറഞ്ഞാൽ നമ്മൾ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ അത് ആദ്യമായിട്ട് കേരളത്തിൽ അത് പ്രയോഗിക്കുകയും ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുകയും ചെയ്തു. നമുക്കറിയാം, ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ജവഹർലാൽ നെഹ്റു പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് ആ തീരുമാനത്തോടെ തന്നെ യോജിപ്പുണ്ടായിരുന്നില്ല. പക്ഷേ കോൺഗ്രസിനകത്തുണ്ടായിരുന്ന കാര്യങ്ങൾ പിന്നെ വേറെ പല കാര്യങ്ങളും കൊണ്ട് അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. അതിനെക്കുറിച്ചൊക്കെ തന്നെ എഴുതിയിട്ടുള്ളത് അദ്ദേഹം വളരെ അസ്വസ്ഥനായിരുന്നു, തീരുമാനത്തിൽ അദ്ദേഹം വളരെ അസ്വസ്ഥനായിരുന്നു എന്നൊക്കെ അന്നത്തെ പത്രപ്രവർത്തകർ തന്നെ അന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. ഏതായാലും നമ്മുടെ ഭരണഘടന അങ്ങനെയുള്ള പിന്നീട് വന്ന ഗവൺമെൻറ്റുകൾ അനവധി പ്രാവശ്യം, എനിക്ക് തോന്നുന്നു 50 എത്ര കൃത്യം ഓർക്കുന്നില്ല, 50 പ്രാവശ്യത്തിൽ കൂടുതൽ 356 എന്ന് പറഞ്ഞ വകുപ്പ് 40 പ്രാവശ്യത്തിൽ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരുപാട് പ്രാവശ്യം. അപ്പോൾ നമ്മുടെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്ന ജനതാ ഗവൺമെൻറ്റാണ് ഒറ്റയടിക്ക് തന്നെ 10-12 സംസ്ഥാനങ്ങളെ പിരിച്ചുവിട്ടുകൊണ്ട് അതിനൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ വിമർശിച്ചുകൊണ്ടിരുന്നതാണ്. അതുപോലെ തന്നെ പുസ്തക നിരോധനത്തിൻ്റെ കാര്യത്തിൽ അതൊക്കെ തന്നെ ഇന്ത്യയിൽ ഒരിക്കലും ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് സ്പീച്ച്, നമ്മളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനുള്ള നമ്മുടെ ഭരണഘടനയുടെ 19 അനുച്ഛേദം നൽകുന്ന അവകാശങ്ങൾ, അതും ഒരുപക്ഷെ
അത് തുടങ്ങിയ കാലം മുതൽ തന്നെ പല പുസ്തകങ്ങളും ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട്. നമ്മൾക്ക് പോലും നമ്മളതിൻ്റെ ലിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഏതായാലും ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിട്ട് തന്നെ ഇന്ത്യയിൽ ജനാധിപത്യവും പൗരാവകാശവും നിലനിന്നു എന്നുള്ളത് ഈ ഭരണഘടനയുടെ ശക്തിയാണ്. അതുപോലെ തന്നെ 1975 ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പരീക്ഷണം അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന പരീക്ഷണം. നമുക്കറിയാം, അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അടിയന്തരാവസ്ഥ വരുന്നത് ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയമായിട്ടുള്ള അധികാരം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജനാധിപത്യ വിരുദ്ധമായിട്ട് ആണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അതുപോലും ഒരു ക്യാബിനറ്റ് ഡിസിഷൻ പോലും ഇല്ലാതെ, അത് പറയുന്നത് അതിനകത്ത് ക്യാബിനറ്റ് മന്ത്രിമാർ പോലും തീരുമാനം അറിയുന്നത് പത്രങ്ങളിലൂടെയാണ്, പിറ്റേ ദിവസത്തെ പത്രങ്ങളിലൂടെയാണ്. നമ്മുടെ അന്നത്തെ പ്രസിഡന്റ് പോലും വായിച്ചു നോക്കാതെ ഒപ്പിട്ടു എന്ന് പറയുന്ന ഒരു വിജ്ഞാപനമാണ് അടിയന്തരാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടെന്നുള്ളത് പിന്നീട് ചരിത്രകാരന്മാർ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇന്ത്യയിൽ ഒരു കാലത്തും പട്ടാള ഭരണം വന്നില്ല എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ശക്തിയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, പാകിസ്ഥാൻ രൂപീകരിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശമാണ് മൈനോറിറ്റി റൈറ്റ്സ്. ന്യൂനപക്ഷങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളത്, അവർക്ക് പ്രൊട്ടക്ഷൻ മാത്രമല്ല പ്രത്യേക അവകാശം കൂടി നൽകുക എന്നുള്ള വലിയൊരു തലത്തിലേക്കാണ് ഇന്ത്യൻ ഭരണഘടന ഈ ന്യൂനപക്ഷങ്ങളെ വിഭാവനം ചെയ്തത്. പക്ഷേ പാകിസ്ഥാൻ അതേ സമാനമായിട്ടുണ്ടായ പാകിസ്ഥാനിൽ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടായിരുന്നു, അവർക്കൊരു ഭരണഘടന ഉണ്ടായിരുന്നു. ആ ഭരണഘടനയിലെ ന്യൂനപക്ഷത്തെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല എന്നുള്ളത് ഒരു വസ്തുത, ചരിത്രപരമായിട്ടുള്ള വസ്തുതയാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയിലുള്ള രാഷ്ട്രീയ നേതൃത്വം അത്രയ്ക്ക് മാത്രം പക്വതയോട് കൂടിയിട്ടാണ് ആ രാഷ്ട്രത്തെ, നമ്മുടെ ഭരണഘടനയെ വിഭാവനം ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് പാശ്ചാത്യ രാഷ്ട്രീയ മീമാംസകരൊക്കെ തന്നെ ഇന്ത്യൻ ഭരണഘടന പരമാവധി 10 വർഷത്തിൽ കൂടുതൽ ഇന്ത്യൻ ഭരണഘടന 10 വർഷത്തിൽ കൂടുതൽ അതിജീവിക്കില്ല എന്നുള്ള അവരുടെ കൃത്യമായിട്ടുള്ള, വിൻസ്റ്റൺ ചർച്ചിലടക്കം ലേഖനം എഴുതിയിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന പരമാവധി 10 വർഷം. ഇതുപോലുള്ളൊരു മഹത്തരമായിട്ടുള്ളൊരു ഭരണഘടന, ആ ഭരണഘടന ഉൾക്കൊള്ളുവാനുള്ള ഒരു വളർച്ച ഇന്ത്യൻ സമൂഹത്തിന് ഇല്ല എന്നാണ് അന്ന് പുതിയ വിലയിരുത്തിയത്. ഇന്ത്യയെപ്പോലുള്ള എന്നുണ്ടെങ്കിൽ ദരിദ്രനാരായണന്മാരായിട്ടുള്ള വിദ്യാഭ്യാസം കുറഞ്ഞ, സാധാരണക്കാരുടെ വിദ്യാഭ്യാസം കുറഞ്ഞ, സാധാരണക്കാരിൽ ഒരു 80-60% പേരും സ്കൂൾ വിദ്യാഭ്യാസമില്ലാത്ത, അക്ഷരാഭ്യാസമില്ലാത്ത ഒരു ജനതയ്ക്ക് ഇതുപോലുള്ള വലിയൊരു ബൃഹത്തമായിട്ടുള്ള ഒരു സാർവദേശീയ കാഴ്ചപ്പാടുള്ള ഭരണഘടന ലഭിച്ചു എന്നുള്ളത്, ഈ ഇന്ത്യൻ ജനതയ്ക്ക് അത് കൊണ്ടു നടക്കാൻ കഴിയുമോ എന്നുള്ള ഒരു പേടി, ഒരു വിമർശനമുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യൻ ജനത, ഇന്ത്യൻ ജനാധിപത്യം, ഇന്ത്യയിലെ രാഷ്ട്രീയ സംവിധാനം, തീർച്ചയായിട്ടും അതിനകത്ത് കോൺഗ്രസിന് വലിയൊരു പങ്കുണ്ട്. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യൻ ഭരണഘടന അത്രയും നാൾ നിലനിർത്തുന്നതിൽ രാഷ്ട്രീയപരമായിട്ടുള്ള പങ്കുണ്ട്. പക്ഷേ പിന്നീട് ആ കോൺഗ്രസിനകത്തും ജനാധിപത്യം ഇല്ലാതായി പോയപ്പോഴാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വലിയ ഭീഷണികൾ വന്നിട്ടുള്ളത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്നത് എന്താണ്? BJPയുടെ വരവോടുള്ള 2014 ഒന്നാം BJP ഗവൺമെൻറ്, ഇപ്പോൾ വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത്, അത് വാജ്പേയിയുടെ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിരീക്ഷണങ്ങളും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും വലിയ അളവ് വരെ സെക്കുലറായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം 3 പ്രാവശ്യമായിട്ട് ഏതാണ്ട് 6 വർഷത്തോളം ഭരിച്ചെങ്കിൽ പോലും വലിയ രീതിക്കുള്ള ഇന്ത്യൻ സെക്കുലർ ഫാബ്രിക്കിനെ മാരകമായിട്ട്, അല്ലെങ്കിൽ അതിനൊരു ഭീഷണിയുള്ള രീതിയിലുള്ള തീരുമാനങ്ങളൊന്നും തന്നെ വാജ്പേയിയുടെ കാലത്തുണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ട് ചെറിയ തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നാൽ പോലും ഉണ്ടായിട്ടില്ല. പക്ഷേ പിന്നീട് 2014 അവസ്ഥ അതല്ല. 2014 BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി. BJP വരുന്നതോട് കൂടിയിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഏറ്റവും കൂടുതൽ ഭീഷണിയുള്ളത്. അത് BJPയുടെ ഡയറക്റ്റായിട്ടുള്ള പൊളിറ്റിക്കൽ തീരുമാനം അല്ലെങ്കിൽ പോലും അവരുടെ സംഘപരിവാറിൽപ്പെട്ട പല സംഘടനകളും ഈ സെക്കുലറിസം, സോഷ്യലിസം എന്ന് പറയുന്ന ആ 2 വാക്കുകൾ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് എടുത്തു കളയണമെന്ന് പരസ്യമായിട്ട് ആവശ്യപ്പെടുന്ന രീതിയാണ് 2014 മുതൽ തുടർന്നു വന്നിട്ടുള്ളത്. ഏതായാലും 2024 തെരഞ്ഞെടുപ്പ് BJPക്ക് ശക്തമായിട്ടുള്ളൊരു സൂചന നൽകുകയും ഇന്ത്യൻ ജനത ഇന്നും ആ സെക്കുലറിസത്തിനും അതുപോലെ തന്നെ ജനാധിപത്യത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടെന്ന രീതിയിലേക്ക് അവരുടെ BJPയുടെ സീറ്റിൻ്റെ എണ്ണം കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് വളരെ താഴെ കൊണ്ടുവരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അതൊക്കെ വലിയൊരു സൂചനയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശക്തിയാണ് 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് പറയാൻ കഴിയും, ഇന്ത്യൻ ഭരണഘടന കാലത്തെ അതിജീവിക്കുക തന്നെ ചെയ്യും. ഈ ഭരണഘടന ഇന്ത്യൻ ജനതയ്ക്ക് നൽകിയിട്ടുള്ള, ഞാൻ പറഞ്ഞ പോലെ പൗരാവകാശങ്ങളും ബാലാവകാശങ്ങളും ഒക്കെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും നിലനിൽക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്.
ഞാൻ ഒരുപാട് മൈന്യൂട്ടിലായിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്. എന്നാൽ തന്നെ നമ്മുടെ ഭരണഘടന എല്ലാ രീതിക്കും നിങ്ങൾക്ക് പറയാം, ഇന്ത്യയിൽ വന്നിട്ടുള്ള മനുഷ്യാവകാശങ്ങളും വനിതകളുടെ പ്രത്യേക അവകാശങ്ങളും ബാലാവകാശങ്ങളും അടക്കം ഇപ്പോൾ തന്നെ ബാലാവകാശങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ചർച്ചകൾ വരുന്ന സമയമാണ്. അതിൽ ക്ഷേത്രത്തിൽ നമ്മളുടെ ആളുകൾ ഷർട്ട് ഇട്ട് പോകണോ ഷർട്ട് ഇടാതെ പോകണോ എന്നുള്ള ചർച്ചകളൊക്കെ തന്നെ, ഈ ചർച്ചകളൊക്കെ തന്നെ സാംസ്കാരിക കേരളത്തിന് ആവശ്യമാണ്. തീർച്ചയായിട്ടും മതപരമായിട്ടുള്ള യുക്തിവാദി സംഘത്തിൻ്റെ ഒരു മേഖല അല്ലെങ്കിൽ പോലും ഈ നമ്മളുടെ സാംസ്കാരിക മേഖലയിൽ കലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ അത് ഹിന്ദുമതത്തിൽ മാത്രമല്ല, അത് ഇസ്ലാം മതത്തിലും ക്രിസ്തു മതത്തിലും അടക്കം ആ കാലാകാലങ്ങളിലെ മാറ്റങ്ങൾ വരുത്തണം. നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ക്ഷേത്രപ്രവേശനം 936 അത് ഈ നമ്മുടെ രാജാവിൻ്റെ കാലത്ത് വന്നതുകൊണ്ട് വലിയ തർക്കമുണ്ടായില്ല. പക്ഷേ ജനാധിപത്യം വന്നതിന് ശേഷമാണ് ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച് ചർച്ച വരുന്നതെങ്കിൽ ആ ക്ഷേത്രപ്രവേശനത്തിനെതിരായിട്ടുള്ള വലിയ ശബ്ദങ്ങളും ഇവിടെ ഈ ജനാധിപത്യത്തിൽ ഉണ്ടായേനെ. തീർച്ചയായിട്ടും അന്നത് വന്നുകൊണ്ട് അന്ന് ഏകാധിപത്യമായതുകൊണ്ട് രാജാവിൻ്റെ ഭരണമായതുകൊണ്ട് രാജാവ് തീരുമാനിച്ചിട്ട് അന്നത്തെ ശ്രീമൂല അസംബ്ലിയിലൊക്കെ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അന്നത്തെ നമുക്കറിയാം ശ്രീമൂല അസംബ്ലിക്കൊക്കെ തന്നെ ഒരു ഉപദേശക അധികാരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇന്ന് ഈ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ മതപരമായിട്ടുള്ള പ്രാകൃതമായിട്ടുള്ള ആചാരങ്ങൾ മാറ്റണമെന്ന് ഉറക്കെ പറയാനുള്ള ഒരു ഇച്ഛാശക്തി പോലും നഷ്ടപ്പെട്ട കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏത് മതത്തിൽപ്പെട്ട ആചാരങ്ങളാണെങ്കിലും അത് മതപരമായിട്ടുള്ള ആചാരങ്ങൾ കാലാനുസൃതമായിട്ട് മാറ്റണമെന്നുള്ളത് ഒരു സാമാന്യ സാമൂഹ്യ ശാസ്ത്രമാണ്. ആ മാറ്റങ്ങളിലൂടെ മാത്രമേ ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യൻ ഭരണഘടനയും കൂടുതൽ ശക്തിപ്പെടുകയുള്ളൂ. പക്ഷേ അങ്ങനെയുള്ള മാറ്റങ്ങൾക്ക് ഇതുപോലുള്ള നമ്മളെപ്പോലുള്ള സാംസ്കാരിക സംഘടനകൾക്കാണ് ഇത് ആത്യന്തികമായിട്ട് തുറന്നു പറയുവാനുള്ള ഒരു ധൈര്യം, അതുപോലെ തന്നെ പറയാനുള്ള ആത്മാർത്ഥത, ഒരു രാഷ്ട്രീയ സത്യസന്ധത. നമ്മൾക്കും രാഷ്ട്രീയമുണ്ട്, പക്ഷെ നമ്മുടെ രാഷ്ട്രീയം എന്നത് കക്ഷി രാഷ്ട്രീയമല്ല, അതിനുപരിയായിട്ട് രാജ്യത്തിൻ്റെ മീമാംസയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ആ രാഷ്ട്രീയ സത്യസന്ധത കാലത്തിനനുസരിച്ചിട്ട് എല്ലാ ആചാരങ്ങളും മതപരമായിട്ടുള്ള ആചാരങ്ങളും അത് വിശ്വാസിയുടെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നമാണ്, സാംസ്കാരികയുടെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ്. അങ്ങനെയുള്ള മാറ്റങ്ങളടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും യുക്തിവാദി സംഘം അടക്കമുള്ള നമ്മളെപ്പോലുള്ള സമാനമായിട്ടുള്ള സംഘടനകളൊക്കെ തന്നെ അത് മുന്നോട്ട് വന്ന്, നമ്മൾക്കറിയാം ഇന്നത്തെ ആധുനികമായിട്ടുള്ള വിവരസാങ്കേതിക വിദ്യയുടെ കാലഘട്ടത്തിൽ ആശയപ്രചരണത്തിന് നമ്മളിവിടെ നിന്ന് 100-150 പേര് കൂടി നിൽക്കുന്ന ഈ സമ്മേളനത്തിൽ ഇന്നിവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ യൂട്യൂബിലൂടെ നാളെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കുകയാണ്. അപ്പോൾ അതോടുകൂടിയിട്ട് വിവരസാങ്കേതിക വിദ്യയുടെ വരവോടുകൂടിയിട്ട് ആശയരംഗത്ത് വലിയ രീതിക്കുള്ള ആശയപ്രചരണ രംഗത്ത് വിസ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാരും അല്ലാത്ത ആൾക്കാരൊക്കെ തന്നെ ഈ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ വലിയ രീതിക്കുള്ള പങ്കുവഹിക്കുന്നുണ്ട്. ഈ മതങ്ങളുടെ ആത്യന്തികമായിട്ടുള്ള ശത്രു എന്ന് പറയുന്നത് വിവരസാങ്കേതിക വിദ്യയാണ്. ഈ വിവരസാങ്കേതിക വരവോട് കൂടിയിട്ട് അതുപോലെ AI-യുടെ നിർമ്മിത ബുദ്ധിയുടെയൊക്കെ കാലഘട്ടത്തിൽ ഈ നിർമ്മിത ബുദ്ധിയൊക്കെ വരുന്നതോട് കൂടിയിട്ട് കുടുംബം എന്ന സങ്കല്പം പോലും അല്ലെങ്കിൽ ഒരു വലിയ പരിധിയിലേക്ക് മാറുന്ന രീതിയിൽ കാര്യങ്ങൾ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും മതങ്ങൾക്ക് ഇന്ന് സമൂഹത്തിലുള്ള അവരുടെ പിടുത്തം അത് അഴയുന്ന കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. 10-15-20 വർഷം കഴിയുമ്പോൾ ഈ മതങ്ങൾ ഇന്നത്തെ രീതിയിൽ ഉണ്ടാവുകയില്ല എന്നുള്ളത് നമ്മുടെ ഇന്നത്തെ സാമൂഹ്യശാസ്ത്രം പഠിക്കുന്ന ഏതൊരു കുട്ടിക്കും മനസ്സിലാവും. തീർച്ചയായിട്ടും വരാൻ പോകുന്നത് മാറ്റങ്ങളുടെ കാലമാണ്. ഈ മാറ്റത്തിന് കേരള യുക്തിവാദി സംഘം പോലുള്ള നമ്മുടെ സാംസ്കാരിക സംഘടനകൾക്ക് വലിയ രീതിക്കുള്ള ഒരു പങ്ക് വഹിക്കാനുണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ലഘുവായിട്ടുള്ള സംഭാഷണം അവസാനിപ്പിക്കുന്നു.